ഇന്നൊരു മീൻകറിയുടെ റെസിപ്പി കണ്ടാലോ? മാങ്ങയിട്ടൊരു മീൻകറി കേട്ടോ. അപ്പോൾ അതിനാദ്യം വല്യുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മാങ്ങ കഷ്ണം, ദെൻ തക്കാളി, 2 പച്ചമുളകും കൂടെ നുറുക്കി മാറ്റി വയ്ക്കുക. ദെൻ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. സോ മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ഇളക്കിയ ശേഷം വല്യുള്ളി, പച്ചമുളക്, തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വണക്കാം. ഇനി വല്യുള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. അതിന് ഞാനിവിടെ ഒരു മുടി തേങ്ങയും ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് തേങ്ങാപ്പാൽ എടുത്തത്. ആൻഡ് 1/4 പാൽ എടുത്ത ശേഷം വീണ്ടും ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് 2/4 പാൽ എടുത്ത് മാറ്റി വെച്ചത്. ഇനി അതിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, ദെൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതും കൂടെ മിക്സ് ചെയ്യുക. പച്ചമണം മാറിയ ശേഷം മാത്രം 2/4 പാൽ ഒഴിച്ച് മാങ്ങ കഷ്ണവും കൂടി ഇട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് അത് നന്നായിട്ട് തിളക്കട്ടെ. കുറച്ച് നേരം അടച്ച് വെക്കാം. ഇനി നന്നായി തിളച്ച ശേഷം 1/4 പാലും കൂടെ ഒഴിച്ച് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ദെൻ ഉടയാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ. അടച്ച് വെച്ച് വേവിക്കാം. അത്രയേ ഉള്ളൂ. ദെൻ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി മാങ്ങക്കറി റെഡിയാകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യുക. താങ്ക്